മലയാള സിനിമയിൽ നിലവിലെ ചർച്ചാ വിഷയമാണ് മമ്മൂട്ടി നായകനായ ഭ്രമയുഗം എന്ന ചിത്രം. പോസ്റ്റർ പുറത്തിറങ്ങിയപ്പോഴും സിനിമ പ്രഖ്യാപിച്ചപ്പോഴും ട്രെയിലർ വന്നപ്പോഴും ഒക്കെ വലിയൊരു ട്രെൻഡിംഗ് ആണ് പ്രേക്ഷകർക്കിടയിൽ ഈ ചിത്രം സൃഷ്ടിച്ചത്. നമുക്ക് സിനിമ കണ്ടിറങ്ങിയവരോട് തന്നെ ട്രെയിലറും പോസ്റ്ററും പോലെ തന്നെ അത്ഭുതപ്പെടുത്തിയോ ചിത്രം എന്ന് ചോദിക്കാം. അന്യായം ഇവിടെ വെളിയിറങ്ങിയപ്പോഴാണ് എന്തൊക്കെയോ ഒരു ഫീൽ തോന്നുന്നത്. ഇപ്പോൾ നല്ല പടമാണ്, കൊള്ളാം, നല്ല അഭിനയം. അങ്ങനെ ഒരു ഫീലായിട്ട് തോന്നിയിട്ടില്ല. ഇല്ല, അതെ അതെ, അതിനേക്കാളും നല്ല ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. ഗംഭീര പടം, ഗംഭീരം. മമ്മൂട്ടിയുടെ ഈ ആക്ടിങ് കണ്ടാൽ പറയും മമ്മൂട്ടിയാണ് മലയാള സിനിമയിലെ ബെസ്റ്റ് ആക്ടർ, മമ്മൂട്ടിയാണ്. പടം കൊള്ളാം. അതിൻ്റെ മെയിൻ പ്ലസ് പോയിന്റ് എന്ന് പറയുമ്പം മമ്മൂക്ക തന്നെയാണ്. പിന്നെ പടത്തിൻ്റെ അവസാനമൊക്കെ വരുമ്പം സ്ക്രിപ്റ്റ് കുറച്ച് വീക്കായോ എന്നൊരു ഡൗട്ടുണ്ട്. മെയിൻ പ്ലസ് പോയിന്റ് മമ്മൂക്ക തന്നെയാണ്. നല്ല പടം. നിങ്ങൾക്കൊരു വെറൈറ്റി എക്സ്പീരിയൻസിന് ഉറപ്പായിട്ട് തിയേറ്ററിൽ കണ്ടുനോക്കുന്ന പടമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമല്ല, സിനിമ നല്ല ക്വാളിറ്റിയിൽ രാഹുൽ സദാശിവൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ 2 പടങ്ങൾ, ഇതിനു മുമ്പുള്ള 2 പടം റെഡ് ട്രെയിൻ തിയേറ്ററിൽ വിജയിച്ചിട്ടില്ല, ഭൂതകാല OTT ആയിരുന്നു. അപ്പോൾ ഈ ഒരു പടം നിങ്ങൾ ആ 2 പടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ കാലിബർ മനസ്സിലാവും. നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ 20 മിനിറ്റ് ആ ഒരു ലോകത്തായിരുന്നു. 17-ാം നൂറ്റാണ്ടിൽ നടക്കുന്നൊരു കഥയാണ്. ഭയങ്കര ഹൊറർ സംഭവമൊന്നുമല്ല, പക്ഷേ നമ്മൾ പറയില്ലേ, നീറ്റ്ലി എക്സിക്യൂട്ടഡ് ആണ്. പിന്നെ മമ്മൂട്ടിയുടെ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുമൺ പോറ്റി എന്ന് പറയുന്ന ഒരു കഥാപാത്രം പുള്ളി അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറേ ചിരികളുണ്ട്, കുറച്ച് പോർഷൻസിൽ അദ്ദേഹം ചിരിക്കുന്ന കുറേ സീനൊക്കെ ഉണ്ട്. അതൊക്കെ അതിമനോഹരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് മമ്മൂട്ടിയുടെ കൂടെ കട്ടയ്ക്ക് സിദ്ധാർത്ഥ് ഭരതനും അർജുൻ അശോകനും കൂടെ നിന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലൊക്കെ അവരുടെ കുറേ നല്ല പോർഷൻസ് ഉണ്ട്. ഈ സിനിമ നമ്മൾ മനസ്സിലാക്കേണ്ട സ്ലോ പേസ് ആണ്, പക്ഷേ സിനിമ പറഞ്ഞിരിക്കുന്ന ഒരു ലിമിറ്റഡ് ക്യാരക്ടേഴ്സാണ്. ഒരു 4-5 ക്യാരക്ടറേ ഉള്ളൂ, ഒരു മന. അത് വെച്ചിട്ടാണ് ഈ 2 മണിക്കൂർ 20 മിനിറ്റ് അവർ കഥ പറഞ്ഞിരിക്കുന്നത്. സിനിമയുടെ എനിക്ക് 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ചിലവർക്കൊരു നോക്കുമ്പോൾ ഒരു 90% നിങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ളൊരു സംഭവം സിനിമയിലുണ്ട്. പക്ഷേ ഈ സിനിമയൊക്കെ തിയേറ്ററിൽ തന്നെയാണ് എൻജോയ് ചെയ്യേണ്ടത്. കാരണം അതിൻ്റെ ഒരു ആംബിയൻസ്, ഓറ, അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡൊക്കെ നല്ല രീതിയിൽ നമുക്ക് തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഒരുപാട് വിദേശ സിനിമകളൊക്കെ കാണുന്നവർക്ക് ഭയങ്കര ഹൊറർ ഫീലല്ല, ഒരു എന്താ പറയുക, വെൽ റിട്ടൺ എക്സിക്യൂട്ടഡ് പെർഫോമൻസ് ആയിട്ടുള്ള ഒരു സിനിമ മലയാള സിനിമയ്ക്ക് തന്നിട്ടുണ്ട്. അത് മമ്മൂട്ടി വക കിട്ടി. മമ്മൂട്ടി അതിൽ ഒരു പങ്കാളി ആയാൽ അഭിമാനിക്കാം നമുക്ക്. കാരണം ഈ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രഫിയിൽ എടുത്ത് പറയാൻ പറ്റും. അത് കുറേ കാര്യങ്ങളുണ്ട് ആ സിനിമയിൽ. അത് പിന്നെ സ്പോയിലർ ആവും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചതിന് മുകളിൽ പടം നല്ല ക്വാളിറ്റി ഔട്ടായിട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഭ്രമയുഗം തിയേറ്ററിൽ തന്നെ കണ്ടുനോക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് വിചാരിച്ച് പുറകോട്ട് മാറി നിൽക്കണം. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് സിനിമയുടെ ആംബിയൻസിനെ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. സിനിമ നമ്മൾ പറയില്ല, ഒരു നല്ലൊരു സിനിമ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് എടുത്തു പറയാനുള്ളത്. നല്ല പടം, കുഴപ്പമില്ല, സൂപ്പർ, നാച്ചുറൽ, അടിപൊളി അഭിനയം, നല്ല പടം. അതിനേക്കാളും കൊള്ളാം, അതിനേക്കാളും കൊള്ളാം. പടം കണ്ടു നോക്കുമ്പോൾ അറിയാം. ട്രെയിലർ അല്പം കാണിക്കലേ ഉള്ളൂ. അത് കണ്ടു നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ച കണക്കൊന്നുമല്ല കഥകൾ. നമുക്ക് സൂപ്പർ, അടിപൊളി അഭിനയം, നല്ല വേഷം. അതുപോലെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ല, നല്ല അഭിനയം, അടിപൊളി അഭിനയം. നമ്മൾ ട്രെയിലർ അല്പം കാണിക്കലേ ഉള്ളൂ, ബാക്കി നമ്മൾ പടം കണ്ടാലേ അറിയാവുള്ളൂ. അങ്ങനെ ഒരുപാട് രഹസ്യങ്ങളുണ്ട് പടത്തിനകത്ത്. അത് കണ്ട് മനസ്സിലാക്കി നോക്കുള്ളൂ, പറഞ്ഞെന്നാൽ മനസ്സിലാവില്ല. പടം നിങ്ങൾ പോയി കാണുക. നമ്മൾ പലതും വിചാരിക്കും, പക്ഷെ അതുപോലെ ഒന്നുമല്ല കഥ. പടം കണ്ടാലേ നിങ്ങൾ ഭയങ്കരമായ പ്രതീക്ഷ പ്രതീക്ഷിക്കേണ്ട. ഇത് വ്യത്യസ്തമായ പടമാണ്. അത് എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യണം. ഇങ്ങനെ പടം ഉണ്ടായിട്ടില്ല. എനിക്കെല്ലാം ഇഷ്ടം, നല്ല ഫീലായി. ഇപ്പോൾ അവസാനം എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ ആകാംക്ഷയോടെ നിൽക്കും. അത് കഥയല്ല, ആകാംക്ഷ ഉണ്ടാവും. താങ്ക് യു. സെറ്റപ്പായിട്ട് എടുത്തിട്ടുണ്ട്. ഭയങ്കര സിനിമ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് ഉപരിയാണ് സിനിമ. കാരണം ട്രെയിലർ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ തോന്നുമല്ലോ, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് അതുപോലെയൊന്നും അല്ല കഥ. നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് സിനിമ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാറ്റോഗ്രാഫിയും അർജുൻ അശോക് പ്രത്യേകിച്ച് എടുത്ത് പറയണം. കിടിലൻ ആക്ടിങ്ങാണ്. കൊള്ളാം, നല്ല സിനിമയാണ്, നല്ല സിനിമയാണ്. ഒരു രക്ഷയില്ല, കുഴപ്പമില്ല. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് പഴയ നസ്തീറിൻ്റെ പടമൊക്കെ. ഈ കഥയ്ക്ക് അനുസരിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വളരെ സ്യൂട്ടാണ് പടം. വളരെ നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, അടിപൊളി പടം, നന്നായിട്ടുണ്ട്. വളരെ വ്യത്യസ്ത രീതിയിലുള്ള എടുത്തിരിക്കുകയാണ്.
ഗംഭീരം. മമ്മൂട്ടിയുടെ അഭിനയം പ്രത്യേകം ചോദിക്കണം. ഏത് ക്യാരക്ടർ കൊടുത്താലും സൂപ്പറാണ്. ഇപ്പോൾ എല്ലാ പടവും വളരെ വ്യത്യസ്തയോടെയാണ് പുള്ളി ചെയ്യുന്നത്. എല്ലാവരുണ്ട്. മമ്മൂക്ക മാത്രമല്ല, എല്ലാവരെയും പറയാം. സിദ്ധാർത്ഥ ഭരതനും അർജുന അശോകനും എല്ലാവരും തകർത്തായിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സിനിമ കാണുന്നതിന് മുമ്പ് എൻ്റെ ഒരു ആശങ്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ളൂ, ഇതെങ്ങനെ ഇത് മുന്നോട്ട് പോകും എന്തൊക്കെയാണ് ഫുൾ ആശങ്കകളായിരുന്നു. പക്ഷേ എനിക്ക് ത്രൂ ഔട്ട് പടത്തിൽ 5 എന്ന് പറയുന്നത് തന്നെ പിന്നെ കുറച്ചൊരു ഇത്, കാരണം അതിലൊരു 3 പേർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അത് വെച്ചിട്ട് എനിക്ക് ഒരു സമയം പോലൊന്ന് ലാഗ് അടിക്കുകയോ എനിക്കൊന്ന് മുഷിപ്പിക്കുകയോ ചെയ്തില്ല. കാരണം നമുക്കൊരു ആകാംക്ഷയാണ് ഇനി അടുത്തെന്ത് എന്താ സംഭവിക്കാൻ പോകുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിട്ട് പോലും നമുക്ക് അതും എനിക്കൊരു ആശങ്കയുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് അങ്ങനെ നമ്മുടെ മനസ്സിനെ അതിനകത്ത് ആദ്യത്തെ സീൻ മുതൽ നമ്മുടെ മനസ്സിനകത്ത് ഹുക്ക് ചെയ്ത് പിന്നെ അവസാന നിമിഷം വരെ അങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ഞാനിങ്ങനെ അടുത്തെന്താ പിന്നെ മമ്മൂട്ടിയുടെ അഭിനയത്തിനെ പറ്റി എനിക്ക് സത്യം പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ പല വികാരങ്ങൾ എനിക്കുണ്ട്. എനിക്ക് നെഞ്ചിടിപ്പ് കൂടി, എനിക്ക് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നു. കാരണം ഭയങ്കരമായിട്ട് പുള്ളിയുടെ നമുക്ക് ഒരു വ്യത്യസ്ത ഭാവമാറ്റം വരുത്തുന്ന ഒരു സീനുണ്ട്. അത് കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ സ്തബ്ധനായിട്ടിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മലയാള സിനിമ നമ്മളിപ്പോൾ വീണ്ടും ഒരു റൈറ്റ് ട്രാക്കിലേക്ക് വന്നിരിക്കുക എന്ന് പറയാം. പ്രേമലു, അന്വേഷിപ്പിനും കണ്ടെത്തും 3 ബാക്ക് ടു ബാക്ക് ഇങ്ങനെ 3 മികച്ച സിനിമ അനുഭവങ്ങളാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൂടെ ആയതുകൊണ്ട് ഒന്നും പറയണ്ട. കിടുക്കാച്ചി എന്ന് പറയാം, കിടുക്കാച്ചി. മമ്മൂക്കയുടെ പെർഫോമൻസ് വേറൊന്നുമില്ല. ദേശീയ അവാർഡ് നിർണയത്തിൽ ജാതി, മതം, രാഷ്ട്രീയം എന്നിവ ഉൾപ്പെടുത്താതിരുന്നാൽ ഈ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രത്തിലൂടെ മറ്റൊരു ദേശീയ അവാർഡ് മമ്മൂക്കയുടെ വീട്ടിലെത്തും. അത്രയ്ക്ക് ഗംഭീര പെർഫോമൻസാണ്. പിന്നെ ഈ ചിത്രത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നപ്പോൾ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് അറിഞ്ഞപ്പോൾ നമുക്കൊരു ആകാംക്ഷയുണ്ട്. പക്ഷേ ഈ സിനിമ ആവശ്യപ്പെടുന്ന പടം അടിപൊളി. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു ചിത്രം കാണുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അതിന് ആ ടീമിന്, പ്രത്യേകിച്ച് രാഹുൽ സദാശിവന് വലിയ ബിഗ് സല്യൂട്ട്. അതുപോലെ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂക്കയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 72-ാം വയസ്സിലും അദ്ദേഹം എടുക്കുന്ന എഫർട്ടിന് എന്താ പറയുക, ഇന്ത്യൻ സിനിമയിൽ മറ്റൊരു താരം എടുക്കാത്ത ഇതാണ് അദ്ദേഹം എടുക്കുന്നത്. അതുപോലെ അർജുൻ അശോകും സിദ്ധാർത്ഥ് ഭരതും അവരെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ചിത്രമായിരിക്കും. അവർക്ക് ഇത് നല്ലൊരു ബ്രേക്കും തന്നെയായിരിക്കും. വിജയ് സൂപ്പർ പടം. മമ്മൂട്ടിയുടെ ഒരു മാസ് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. എല്ലാവരും കാണും. ഒരു ലാഗൊന്നുമില്ല. അർജുൻ അശോകനും മമ്മൂട്ടിയും എന്നോട് നല്ലൊരു പടമാണ്. എല്ലാവരും കാണും. ട്രെയിലറിൽ കണ്ടതിനെക്കാട്ടിയും കാണാനുണ്ട്. ഫസ്റ്റ് ഹാഫ് ഫുള്ളാണ് ട്രെയിലർ. അതിനും പുറത്തുണ്ട് സെക്കൻഡ് ഹാഫിൽ. പക്കാ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. OTT വരാൻ നോക്കിയിട്ട് കാര്യമില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ മെയിൻ. മമ്മൂട്ടിയുടെ ഒരു മാസമാണ്. മസ്റ്റ് വാച്ചാണ്. സിനിമ നയിച്ചായിരുന്നു. നല്ല സിനിമ. എല്ലാവരും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഒരു ഡയറക്ടർ പറഞ്ഞ പോലെ തിയേറ്റർ ഇപ്പോഴാണ് കുലുങ്ങിയത്. പിന്നെ കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ. പക്ഷേ എല്ലാവരും നല്ല അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. എല്ലാവരും നല്ല അർജുൻ അശോകനൊക്കെ ആസിഫ് അലിക്ക് സത്യം പറഞ്ഞാൽ നഷ്ടമായ ഒരു കഥാപാത്രമാണ്. ആസിഫ് അലിക്ക് വൻ നഷ്ടമാണ്. അവരുടെ കരിയറിൽ വൻ നഷ്ടമാണ്. അർജുൻ അശോകന് നല്ലൊരു സുവർണാവസരം. സമർപ്പിക്കട്ടെ. സാധനം അടിപൊളി സാധനം, ഒന്നും പറയാനില്ല. തിയേറ്ററിൽ തന്നെ കാണട്ടെ. മോണോഗ്രാഫ് അങ്ങനെയൊന്നും വിചാരിച്ച് കാണാണ്ടിരിക്കരുതാരും. പൊള്ളി പടം അല്ല, ഇത് ചുരുക്കത്തിൽ പറഞ്ഞ് ലെവലിട്ട സാധനമല്ല. ഇതാണ് സാധനം. പേടിക്കും. അടിപൊളിയായിട്ട് ഒന്നും വിടില്ല. തിയേറ്ററിൽ കാണണം. അടിപൊളി ഗംഭീര സിനിമ. മമ്മൂക്കയുടെ അഭിനയിച്ചതെന്ന് പറയാം. ഒരു ഹൊറർ ത്രില്ലർ എന്ന് പറയുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നുണ്ട്. ഇത് സ്ലോ പേസ്ഡാണ് പോകുന്നത്. അപ്പോൾ പക്ഷേ അത് ആ രീതിയിൽ കാണണം. ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് നല്ല രീതിക്ക് തന്നെ അവസാനിപ്പിക്കുന്നുണ്ട്. മമ്മൂക്കയുടെ ഈ വർഷം നല്ല മികച്ച തുടക്കം തന്നെ പറയാം. വളരെ ബെസ്റ്റ് പെർഫോമൻസ്. തീർച്ചയായും തിയേറ്ററിൽ കാണേണ്ട ഒരു ഹൊറർ ചിത്രം തന്നെയാണ് പ്രമേയം. നല്ല സിനിമയാണ്. ഇന്ത്യാവിൻ മാപെരും നടികൾ മമ്മൂട്ടി കൊച്ചു മലയാള സിനിമയെ ഇന്ത്യൻ സിനിമയിലെത്തിച്ച് ഇപ്പോൾ ഇന്ത്യൻ സിനിമയെ ലോക സിനിമയിലെത്തിക്കുന്ന രീതിയിൽ അമ്മാതിരി സിനിമയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാവും. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ, തിയേറ്ററിൽ തന്നെ കാണണം. ഇതുപോലൊരു സിനിമ ഇന്ത്യൻ സിനിമയിൽ ഇറങ്ങിയിട്ടുണ്ടാവില്ല. ഇത് കണ്ടു തന്നെ ആവണം. ഈ സിനിമ ലോക സിനിമയിലെത്തും. ഇനി മമ്മൂട്ടി യുഗമായിരിക്കും അങ്ങോട്ട്.